ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ എല്ലാവരും പ്ലസ് ടു ഗംഭീരമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ച കാര്യമാണ്, സാർ പ്ലസ് ടു ഫിസിക്സ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷത്തെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പ്ലാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ്. സോ അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പ്ലസ് ടു ഫിസിക്സ് പഠിക്കേണ്ടത്, പ്ലസ് ടു ഫിസിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഡെറിവേഷൻസ് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, ഫസ്റ്റ് ടേമിനൽ എക്സാം എപ്പോഴായിരിക്കും, സെക്കൻഡ് ടേമിനൽ എക്സാം എപ്പോഴാണ്, സോ ഇതിലൊക്കെ എത്രത്തോളം ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട് എന്ന നിങ്ങളുടെ എല്ലാതരം സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വർത്തായിരിക്കും. സോ എല്ലാവരും കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. സോ ഒട്ടും ലേറ്റ് ആക്കാതെ പ്ലസ് ടുവിൻ്റെ 1 ഇയർ സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം. സോ മക്കളെ, നിങ്ങൾ കണക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയമാണ്. നിങ്ങൾ റിയാലിറ്റി തിരിച്ചറിയേണ്ട മൊമെൻ്റാണിത്. നമ്മുടെ പ്ലസ് ടുവിൽ കോർ സബ്ജക്റ്റുകളിൽ നിന്നും മാത്രം നിങ്ങൾക്ക് ഏകദേശം 50 ചാപ്റ്റേഴ്സ് ആണ് ഒരു വർഷം പഠിക്കാനുള്ളത്. ഇത് ഞാൻ പ്രധാനമായും എടുത്തിരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ അല്ലെങ്കിൽ CS. സോ ഇത്രയും കോർ സബ്ജക്റ്റുകളുടെ ചാപ്റ്റേഴ്സിന് എണ്ണമാണ്. ഇതിനകത്ത് സെക്കൻഡ് ലാംഗ്വേജോ ഇംഗ്ലീഷോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾക്ക് 50 എണ്ണം പഠിക്കാനുണ്ട്. അത് പഠിച്ചെടുക്കാൻ നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറഞ്ഞാൽ വെറും 243 ദിവസം മാത്രം. കാരണം മാർച്ച് 1 തീയതി നമ്മുടെ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. 243 ദിവസം ഉണ്ടല്ലോ സാറേ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങളൊന്ന് സിംപ്ലി ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ മാക്സിമം ഉള്ള സമയം 5 days ആണ്. 5 ദിവസത്തിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചെങ്കിൽ മാത്രമേ 50 ചാപ്റ്റേഴ്സ് 243 ദിവസത്തിൽ കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷും മലയാളവും കൂടി വരികയാണെങ്കിൽ ഏകദേശം 65ഓളം ചാപ്റ്റേഴ്സ് വരും. സോ അതിൻ്റെ കണക്ക് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വെറും കോർ സബ്ജക്റ്റ് മാത്രം 5 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നത് ഇത്രയും ചാപ്റ്റേഴ്സാണ്. സോ ഈ വലുപ്പം, ഈ റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയുക, ഈ മൊമെൻറ്റിലെങ്കിലും തിരിച്ചറിയുക. ഇത് മോഡൽ എക്സാമിൻ്റെ സമയത്തോ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തോ ഞാൻ പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ച് അവസാനിപ്പിക്കേണ്ട സമയമാണത്. അപ്പോൾ തുടങ്ങിയിട്ട് കാര്യമില്ല. സോ ഈ മൊമെൻറ്റിൽ നിങ്ങൾ ഈ വലുപ്പം, ഈ റിയാലിറ്റി തിരിച്ചറിഞ്ഞു പഠിക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി കണക്കുകൾ പരിശോധിക്കാനുണ്ട്. ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിനകത്ത് 14 ചാപ്റ്റേഴ്സാണ്. പ്ലസ് 1 ഫിസിക്സിൽ പൊതുവേ നമ്മൾ ഡീൽ ചെയ്തത് മെക്കാനിക്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റമുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും മോഡേൺ ഫിസിക്സും ഒക്കെയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്ലസ് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും ഇവിടെയുള്ള ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം സിലബസ് മാറിയിട്ടുണ്ട്, എത്രത്തോളം സിലബസ് വലുതായിട്ടുണ്ട്, എത്രത്തോളം കോൺസെപ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. സോ ഇതുപോലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് മുഴുവനും നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അടുത്ത് വരാനിരിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിലും കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിലും മൂവിങ് ചാർജസ് ആണെങ്കിലും മാഗ്നറ്റിസം ആണെങ്കിലും EMI ആണെങ്കിലും എല്ലാം വളരെ 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 വലിയ സിലബസ് തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 50 കൂടുതൽ ഡെറിവേഷൻസ് പഠിക്കാനാണ്. 50+ ഡെറിവേഷൻസ് ആണ്. പ്ലസ് 1 പഠിച്ച ഡെറിവേഷനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള ഡെറിവേഷൻസ് ആണ്. കോൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പല കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലുള്ള ഡെറിവേഷൻസ് ആണ് ഈ 50 എണ്ണവും. സോ ഈ ഡെറിവേഷൻസ് 14 ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിന് പുറമെ കോൺസെപ്റ്റുകൾ വളരെ സ്ട്രോങ് ആക്കണം. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ കഴിഞ്ഞ വർഷത്തെ പ്ലസ് 2 ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റുകളായി മാറിയത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ്. ഇത്തവണയും അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സോ അതിനാൽ തന്നെ ജസ്റ്റ് ഡെറിവേഷൻസ് മാത്രം, ജസ്റ്റ് PYQs കൊണ്ട് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുകളല്ല പ്ലസ് 2 നിങ്ങളെ കാത്തിരിപ്പുള്ളത്. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാതരം ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. എല്ലാ കോൺസെപ്റ്റും സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. റൈറ്റ്, അത് മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്? ഒരു പ്ലസ് 2 സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എന്താണ് ആദ്യത്തെ എയിം വെക്കേണ്ടത്? എന്ത് ലക്ഷ്യമാക്കിയാണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ടേമിനൽ എക്സാം തന്നെയാണ്. ഫസ്റ്റ് ടേം എക്സാം നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 20 തീയതിയാണ്. കുറിച്ച് വെച്ചോ മക്കളെ, ഓഗസ്റ്റ് 20 നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാം നടക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഓഗസ്റ്റ് 20 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ ദിവസം ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഒന്ന് സീനിയർ ആയിട്ട് ഞങ്ങളൊന്ന് സ്കൂളിലൊന്ന് വിലസി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. പക്ഷെ അത്രയൊന്നും ദിവസമില്ലടാ. വെറും 51 ദിവസം മാത്രമേ ഫസ്റ്റ് ടേമിനൽ എക്സാമിന് നമ്മുടെ മുന്നിലുള്ളൂ. ജസ്റ്റ് 51 days. സ്കൂൾ തുറന്നിട്ട് ഇപ്പം തന്നെ എത്ര ദിവസമായി നിങ്ങൾക്ക് ഊഹിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മാസം കടന്നു പോയിരിക്കുന്നു. ഇനി 51 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ ദിവസങ്ങളൊക്കെ മാറി മറിയും. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓണപ്പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെന്നെത്തും
എന്ന റിയാലിറ്റി മനസ്സിലാക്കി പഠിക്കുക. ഓണപ്പരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 4 ചാപ്റ്റേഴ്സ് ഏറ്റവും മിനിമം നിങ്ങൾ +2 ഫിസിക്സിൽ പഠിച്ചിരിക്കണം. ഇലക്ട്രിക് ചാർജസ് ആണെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിലും കറണ്ട് ആണെങ്കിലും മൂവിങ് ചാർജസ് ആണെങ്കിലും പരീക്ഷയ്ക്ക് വന്നിരിക്കും. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 4 ചാപ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത്. ഈ റിയാലിറ്റി മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്ററെങ്കിലും പഠിച്ചോടാ മക്കളെ. അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിൻ്റെ മുഴുവൻ കോൺസെപ്റ്റുകളും എല്ലാ PYQസും എല്ലാ NCERTയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു തീർത്തോ? പലരും തീർത്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലായി മാറുന്നത്. ഇനിയും നമ്മുടെ മുന്നിൽ 4 ചാപ്റ്റേഴ്സ് ഒന്നേന്ന് തുടങ്ങുകയാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ചുരുങ്ങിയ സമയത്തിൽ എടുക്കേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കുക. റൈറ്റ്. അടുത്ത കാര്യം, ഓണപ്പരീക്ഷ മാത്രമല്ല. ഓഗസ്റ്റ് 20 ഓണപ്പരീക്ഷ, അതിനുശേഷം ഡിസംബർ 14 ക്രിസ്മസ്, ഫെബ്രുവരി 15 മോഡൽ എക്സാം, മാർച്ച് 1 പബ്ലിക് എക്സാം നിങ്ങൾക്കുണ്ട്. സോ ഇതൊന്നും വലിയ വ്യത്യാസത്തിലുള്ള പരീക്ഷകളല്ല. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് വൈസ് കൃത്യമായിട്ട് കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് ഏകദേശം 20% സിലബസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ടോട്ടൽ സിലബസിൽ ഓൾമോസ്റ്റ് 20 to 25% സിലബസ് നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു 90 ഡേയ്സിന് ശേഷം ഡിസംബർ 14 സെക്കൻഡ് ടേം എക്സാം വരും. സെക്കൻഡ് ടേം എക്സാം ഉൾക്കൊള്ളുന്ന സിലബസ് ഒന്ന് നോക്കടാ മക്കൾ. എത്രയാണ്? 90% സിലബസ് നമുക്ക് എവിടെയുണ്ട്? സെക്കൻഡ് ടേമിലുണ്ട്. 90% സിലബസ് നമുക്ക് സെക്കൻഡ് ടേമിലുണ്ട്. 90%. ഏറ്റവും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സിൽ ഫസ്റ്റ് ടേമിനകത്ത് നിങ്ങൾക്ക് 4 ചാപ്റ്റർ ആണെങ്കിൽ സെക്കൻഡ് ടേമിനകത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 12ഓളം ചാപ്റ്റേഴ്സ് വരും. 12ഓളം ചാപ്റ്റേഴ്സ് വരും. മാത്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഓൾമോസ്റ്റ് നിങ്ങളുടെ ബോർഡ് എക്സാം സിലബസോളം 1-2 ചാപ്റ്റേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ നിങ്ങൾക്ക് സെക്കൻഡ് ടേമിന്. അത് പഠിച്ചെടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഈ 90 ഡേയ്സിൽ എങ്ങനെയാണ് ഇത്രയും സിലബസ് പഠിക്കുക? പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അതായത് ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ച ചാപ്റ്റേഴ്സിൽ അതേ പ്രയോറിറ്റിയിൽ സെക്കൻഡ് ടേം എക്സാമിനും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാതെ ഫസ്റ്റ് ടേം എക്സാമിന് ചോദിച്ച ചാപ്റ്റേഴ്സ് ഇവിടെ പഠിക്കേണ്ട എന്നല്ല. ആ ചാപ്റ്റേഴ്സിന് നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ ഇവിടെ പഠിക്കണം. എത്ര തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓണം എക്സാമിന് കൊടുത്തു അതേ ഇമ്പോർട്ടൻസിൽ ഇവിടെ ചോദ്യം വരും. സോ അതും നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കണം. സെക്കൻഡ് ടേം അഥവാ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഏകദേശം 45 ദിവസത്തിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും. മോഡൽ എക്സാമിന് 100% ചാപ്റ്റേഴ്സ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന പരീക്ഷയായിരിക്കും മോഡൽ എക്സാം എന്ന് പറയുന്നത്. സോ അതിന് വെറും 45 ദിവസം മാത്രം. ഈ 45 ദിവസത്തിൽ ഒരു 25 ദിവസം നിങ്ങൾക്ക് ബാക്കിയുള്ള 10% ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുള്ള സമയമാണ്. ഒരു 25 ദിവസത്തിലേ നിങ്ങൾക്ക് 10% ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള 20 ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ റിവൈസ് ചെയ്യണം. കാരണം ഇതൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായി റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. സോ ആദ്യത്തെ 25 ഡേയ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 25 ഡേയ്സിൽ കൃത്യമായിട്ട് ബാക്കിയുള്ള റിമൈനിങ് 10% ചാപ്റ്റേഴ്സ് പഠിക്കാം. അതിനുശേഷമുള്ള ബാക്കിയുള്ള 20 ദിവസത്തിൽ ഹോൾ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം? കവർ ചെയ്യാം. കവർ ചെയ്യുക മീൻസ് റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതുപോലെ തന്നെയാണ് അത് എത്രത്തോളം റിവൈസ് ചെയ്യുന്നു എന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പഠിച്ച കാര്യങ്ങൾ ഒന്നേന്ന് വീണ്ടും റിവൈസ് ചെയ്താൽ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. സോ റിവിഷന് കൂടി ഈ 45 ദിവസത്തിൽ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മോഡൽ എക്സാം കഴിഞ്ഞ് വെറും 5 ദിവസത്തിൽ പബ്ലിക് എക്സാം എത്തും. വെറും 5-6 ദിവസം സ്റ്റഡി ലീവ് പോലും ഉണ്ടാവില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാം എത്തും. കാരണം മാർച്ച് 1 പബ്ലിക് എക്സാം തുടങ്ങാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു അക്കാഡമിക് ഇയർ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുക. അല്ലാതെ ഇനി എൻ്റെ മുന്നിൽ 1 വർഷമുണ്ട്, ഇനി എൻ്റെ മുന്നിൽ 250 ദിവസമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് സീനിയർ കളിച്ച് നടന്നാൽ വലിയ പണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ റിയാലിറ്റി മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ +2 അഗ്നി ബാച്ചിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഫസ്റ്റ് ടേമിൻ്റെ എന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് തീർക്കും. അഗ്നി ബാച്ചിനകത്ത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ടേം എക്സാമിൻ്റെ സിലബസ് നമ്മൾ കവർ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റമില്ല. അടുത്തത് ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അതിൻ്റെ റിവിഷൻ നമ്മൾ നടത്തും. വീണ്ടും ഒന്നേന്ന് കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യും. പഠിച്ച കുട്ടിക്ക് റിവിഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കും. റൈറ്റ്. ദെൻ ഓഗസ്റ്റ് 16 നമുക്കതിൻ്റെ മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും. മൊഡ്യൂൾ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണപ്പരീക്ഷയ്ക്ക് ഉൾക്കൊള്ളുന്ന ചാപ്റ്റേഴ്സ് എല്ലാം വെച്ച് അതേ വെയിറ്റേജിൽ അതേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ അതേ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രീ ഓണം എക്സാമാണ് സൈലത്തിൻ്റെ മൊഡ്യൂൾ എക്സാം എന്ന് പറയുന്നത്. അത് ഓഗസ്റ്റ് 16 നടക്കും. സോ ഈ ഒരു സ്ട്രക്ചറിലൂടെയാണ്
രീതിയിലൂടെയാണ് സൈലത്തിന്റെ അഗ്നി ബാച്ചിനകത്ത് ഓരോ കുട്ടിയും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത് ഈ ഓണപരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും എല്ലാത്തിലും ഇതുപോലെ മുൻകൂട്ടി ചാപ്റ്റേഴ്സ് തീർത്ത് റിവിഷനും എക്സാമും ഒക്കെ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത 5 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും സൈലം നേടിക്കൊടുത്തത്. സോ അത് ഇനിയും നിങ്ങളിലൂടെ അത് കൂടുതൽ വർദ്ധിക്കാനിരിക്കുകയാണ്. സോ അഗ്നി ബാച്ചിൽ ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും ഫീസിബിൾ എമൗണ്ടിലാണ് നിങ്ങൾക്ക് അഗ്നി 2.0 ലഭിക്കാൻ പോകുന്നത്. നമ്മൾ വീണ്ടും പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ലേറ്റ് ആക്കരുത്, ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക, ഗംഭീരമായി തന്നെ പഠിക്കുക. സൈലം കൂടെയുണ്ട്. ഓൾറെഡി അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സ്റ്റഡി പ്ലാൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കുക, ക്ലിഞ്ചറാക്കി മാറ്റുക, ഉഷാറാക്കുക. സോ ഗൈസ്, കാണാം.